എല്ലാവരും സുഖമായിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളെ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോണ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിലെ ജാക്കി വെപ്പ്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ചെറി വരുന്നില്ലേ, നിങ്ങൾക്കും ചെറി വന്നില്ലേ? എൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജാക്കി വയ്ക്കാനായിട്ട് മിടുക്കന്മാർ ആണുങ്ങളാണെന്നാണ് പറയണത്. ആണുങ്ങളാണെന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, മിടുക്കന്മാരായുള്ള മിടുക്കികളായുള്ള പെണ്ണുങ്ങളുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ തലയിൽ കൈ വെച്ച് പോകും. എന്താണ് പെണ്ണുങ്ങളുടെ വൈഭവം കണ്ടു കഴിഞ്ഞാൽ, പെണ്ണുങ്ങളൊക്കെ ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരൊറ്റ നോട്ടം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പൂവാലന്മാരെയും അമ്മാവന്മാരെയും ചെറുപ്പക്കാരെയും ആരെടുത്ത് ചെന്ന് നിൽക്കണം, ആരെടുത്ത് മുട്ടി നിൽക്കണം എന്നൊക്കെ അവർ ഒരു വിധി എഴുതിയിട്ട് അവർ ആ നിലയ്ക്ക് അവർ നീങ്ങണ ആൾക്കാരാണ്. കുറ്റമൊക്കെ നമ്മുടെ ആണുങ്ങളുടെ ജാക്കി വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾ ജാക്കി വയ്ക്കാൻ ഏറ്റവും അധികം മിടുക്കികളായിട്ടുള്ള പെണ്ണുങ്ങളാണ് ഞാൻ പറയും. എന്തായാലും നമുക്ക് ജാക്കി വെപ്പിൻ്റെ ഒരു സംഭവമാണെന്ന് പറയാനുള്ളത്. നമുക്ക് എത്രയും പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കാം. ജാക്കി വയ്ക്കാനായിട്ട് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ആമിന എന്ന് പറഞ്ഞൊരു സുന്ദരി, ആളുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത്. ആമിന 10ാം ക്ലാസ്സിൽ തോറ്റിട്ട് എന്തുണ്ടായി? അപ്പോൾ ആമിനയുടെ അച്ഛൻ പറഞ്ഞു, നീ എന്തായാലും 10ൽ തോറ്റു, ഇനിയിപ്പോൾ എന്തായാലും നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നിന്നെ എന്നെ പണിയെടുത്ത് കാശുണ്ടാക്കി നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ 10ാം ക്ലാസ് തോറ്റവർക്കൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കല പണി. അപ്പോൾ ആമനിക്ക് ടൗണിൽ ഒരു പ്രസ്സിൽ ജോലി ശരിയായി. അങ്ങനെ ആമന ദിവസം കാലത്ത് പ്രസ്സിലേക്ക് ബസ്സിന് പോകും, രാത്രി ബസ്സിന് ഇങ്ങോട്ട് വരും. ആമനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഈ പുരുഷന്മാരെടുത്ത് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആമന ബസ്സിൽ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ബാക്കിൽ പോയി നിൽക്കുള്ളൂ. അപ്പോൾ കണ്ടക്ടർ പറയും പിന്നിലേക്ക് ഇറങ്ങിയേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്ഷരം പ്രതി അനുസരിക്കുന്നത് ആമിനെയാണ്. ആമന പിന്നിലേക്ക് ഇറങ്ങി നിന്നാൽ തന്നെ പെണ്ണുങ്ങൾ സീറ്റ് ഇരിക്കുന്നതിൻ്റെ സൈഡിൽ വന്ന് ഊരും കുത്തി നിൽക്കില്ല. ആണുങ്ങൾ ഇരിക്കുന്ന സീറ്റിൻ്റെ ഇടയിൽ വന്നിട്ട് അവിടെ ഊരും കുത്തി നിൽക്കും. അത് അവൾക്ക് ഭയങ്കര സുഖമാണ്. ആ ഒരു ആണുങ്ങളുടെ ഒരു മണം കേട്ട് നിൽക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ ഉണ്ട് ടൗണിലേക്ക്. 5-8 കിലോമീറ്ററും അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെട്ട ആളുടെ അടുത്ത് തന്നെ നിൽക്കുള്ളൂ. അതിൻ്റെ ഇടയ്ക്കൂടെ കണ്ടക്ടർ വന്നിട്ട് പറയും, കാശ് മേടിക്കാൻ വരുന്ന കണ്ടക്ടർ വന്നിട്ട് പറയും അങ്ങോട്ട് കയറിയേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങിയേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ മൈൻഡ് ചെയ്യില്ല, അവൾ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഈ പുരുഷന്മാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് സ്ത്രീകൾ ഒട്ടി നിൽക്കുമ്പോൾ അവർക്കും ചില വിചാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് സ്പർശിക്കും, അറിയാത്ത രീതിയിൽ കൈ കൊണ്ടൊന്ന് തൊടും. അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ അവരൊന്നും കൂടിയും തൊടും, കുഴപ്പമില്ല, അപ്പോൾ അവരൊന്നും നന്നായി തലോടും. അപ്പോൾ അങ്ങനെയാണ് ആണുങ്ങളുടെ പരിപാടി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുത്തും ചവിട്ടുള്ള പശു ആണോ എന്നാണ് അവർ നോക്കണത്. കുത്തും ചവിട്ടുള്ള പശു വെച്ചാൽ കറക്കാൻ നിൽക്കില്ല. അപ്പോൾ കുത്തും ചവിട്ടില്ലാത്ത ഒരാളാണ് നമ്മുടെ ആമിനയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആൾ എന്തായാലും തൊടണം. തൊട്ടില്ലെങ്കിൽ ആമിന് എന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുണ്ടി കൊണ്ട് ഒന്ന് തട്ടും അങ്ങോട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും തൊടാൻ ഇഷ്ടമില്ലാത്ത ആൾ പോലും തൊട്ടുപോകും. ചിലവരെന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കും. എന്നാൽ അങ്ങനെയല്ല, അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. സ്ത്രീകളിങ്ങനെ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുമ്പോൾ അവർ മാറിപ്പോകും. അവർക്കത് പേടിയാണ്, ഇവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ. അപ്പോൾ എന്തുണ്ടാവും, ആമിനെ അപ്പോൾ വേറെ സീറ്റിൻ്റെ അവിടേക്ക് നിൽക്കും. ഇയാളൊരു മന്നേന്, ഇയാൾക്ക് വികാരമില്ലാത്ത ഒരാളെന്ന് വെച്ചാൽ അപ്പുറത്ത് നിൽക്കും. അപ്പോൾ ആമിനിക്ക് വൈകിട്ട് പോകുമ്പോൾ തിരക്കുള്ള വണ്ടിയിലാണ് പോകുള്ളൂ. സീറ്റ് ഫുള്ളായി കഴിഞ്ഞതിന് ശേഷം ആ വണ്ടിയിൽ കയറുള്ളൂ. എന്നാലല്ലേ ഒരാളുടെ അടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇനി വരുമ്പോഴും ആമൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ ഓരോ ആണുങ്ങളെ മൂപ്പര് ചാലാക്കിയിട്ട് അവരെടുത്ത് നിൽക്കും. അവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ചില അമ്മാവന്മാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് ആമിനെ അങ്ങോട്ട് സുഖിപ്പിച്ചു കൊടുക്കും. അപ്പം അത്ര ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ്, അത് ബോണസായി കിട്ടണതല്ലേ, അതിന് ഒരു രസം വേറെയാണല്ലോ ആമിനയ്ക്ക്. അപ്പോൾ അങ്ങനെയാണ് ആമിനയുടെ സ്വഭാവം. അങ്ങനെ നിൽക്കുമ്പോൾ പല ആൾക്കാരായിട്ടും ഇതൊക്കെ ഇറങ്ങി പോകണ നേരത്ത് അവരൊക്കെ ചിലവരൊക്കെ പിന്നാലെ വരുമ്പോൾ പിന്നെ ബസ്സിലുള്ള പരിപാടി മാത്രമല്ല, വേറൊരു പരിപാടി നടക്കില്ല. പിന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം ഉണ്ടാവില്ല, ഒരു പിന്നാലെ നടക്കും. പേരെന്താ, ഫോൺ നമ്പർ തരുമെന്ന് വരും, ഇപ്പോൾ മൈൻഡ് ചെയ്യില്ല. ബസ്സിലുള്ള സുഖം മാത്രം അത് മൂപ്പർക്ക് ഇഷ്ടമുള്ളൂ. വേറെ ഒരു ചങ്ങാത്തോ അല്ലെങ്കിൽ അവരുടെ കൂടെ വേറെ പോയിട്ട് വല്ല ഹോട്ടലിൽ റൂം എടുക്കുക അതൊന്നും ആമനിക്ക് ഇഷ്ടമില്ല. ബസ്സിലൊന്ന് സുഖിക്കുക, ബസ്സിലൊന്ന് നമ്മൾക്ക് ഒന്ന് മുട്ടി നിൽക്കുക. അപ്പോൾ ആ മുട്ടി നിൽക്കുന്ന സമയത്ത് അതിൻ്റേതായുള്ള ഒരു ഓർഗാസം വരലും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ ഈ നമുക്ക് നമ്മുടേതായുള്ള പാലോ വെള്ളമോ അതൊക്കെ പോക്കതെല്ലാം സ്വാഭാവികമാണ് ആമിനിക്ക്. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലോ
ഒറ്റയ്ക്ക് കിടന്നുറങ്ങാനുള്ള ഒരു റൂമിൽ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ടിയതും തട്ടിയതും ഇങ്ങനെ ചെയ്തതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കാൻ വളരെ രസമാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് തന്നെ വേണമെങ്കിൽ ഒരു സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞാൽ സുഖമായി. അതാണ് ആമിനയുടെ ജീവിതം. ആമിനയ്ക്ക് ഈ ജോലി എന്ന് പറഞ്ഞാൽ വളരെ എൻജോയ്മെൻ്റാണ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറേ കാശൊക്കെ ഇവള് സമ്പാദിച്ചു. ഇവള് കിട്ടുന്ന പൈസയൊക്കെ ഇവള് കൊണ്ടുപോയിട്ട് ബാങ്കിലിടുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്ക് കിട്ടുന്ന കാശൊക്കെ നീ ബാങ്കിലിട്ടിട്ട് നീ നിൻ്റെ കല്യാണത്തിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബന്ധുതകൾ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ പല ചെക്കന്മാരും കാണാൻ വരും. അങ്ങനെ കാണാൻ വന്ന ഒരു ദിവസമുണ്ട്, ഒരു പയ്യൻ. അപ്പോൾ ആ പയ്യൻ വന്നുകൊണ്ടായി. പിന്നെ രണ്ടുപേർക്കും അങ്ങോട്ട് ആളെ മനസ്സിലായി. എന്താ വെച്ചാൽ ഇതുപോലെ തന്നെ ഈ പയ്യൻ ഇതുപോലെ ബസ്സിൽ കയറിയിട്ട് ആമനയ്ക്ക് സൂചിപ്പിച്ച് കൊടുത്തുള്ളതാണ്. ആമന എങ്ങോട്ട് സുഖം കിട്ടിയിട്ടുള്ളത്. ഒരു രണ്ടുപേരും അങ്ങോട്ട് നോക്കി അങ്ങനെ ചെന്ന് പിന്നെ ഇവൻ ബസ്സാണെങ്കിൽ ഇപ്പോൾ ഫോൺ നമ്പർ ചോദിച്ച് പിന്നാലെ ഒന്ന് ഇവിടെ ആട്ടി വിട്ടുകയെന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് അങ്ങോട്ട് മനസ്സിലായി. പെണ്ണ് കാണാനാണ് നോക്കുന്നത്. അപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് മാറി നിന്ന് സംസാരിക്കുക. അപ്പോൾ ഇവൻ ചോദിക്കുക എന്നെ ഓർമ്മയുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ വെച്ചിട്ട് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചാണ്. ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ തന്നില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയും. അപ്പോൾ ഇവള് പറഞ്ഞു വെച്ചാൽ ഞാൻ ഈ ബസ്സിൽ വെച്ചിട്ട് സൂചിപ്പിക്കുന്ന ആൾക്കാരൊന്നും ഞാൻ കല്യാണം കഴിക്കാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കോഴികളാണ്. അവരൊക്കെ ഇനി വേറെ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവരെ കൂടെ പോകും. എനിക്കൊരു കല്യാണം തന്നെ മതി. ചിലപ്പോൾ നിന്നെയൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നീ കുറച്ച് കഴിയുമ്പോൾ വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് താല്പര്യമില്ല, നമുക്ക് ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവനത് വലിയൊരു അടിയായി. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ബസ്സിൽ കണ്ട് പരിചയപ്പെട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ പെണ്ണ് കാണാൻ വരുമ്പോൾ അബദ്ധത്തിൽ കണ്ടുമുട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഈ അവനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നൊരു ആലോചന വന്നു. ആ ആലോചന വന്നപ്പോൾ അവനെ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു നീ ഇങ്ങനെ പലതും ഇങ്ങനെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതിനെന്തായാലും നീ കഴിക്കും, നല്ല ചെക്കനാണ്, നിന്നേക്കാളൊരു 10 വയസ്സ് കൂടുതലുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇവൾക്കും ഇഷ്ടപ്പെട്ടു. ബസ്സിലൊന്നും സൂചിപ്പിച്ച് വെച്ചുള്ള ആളൊന്നല്ല. അപ്പോൾ അത്യാവശ്യം നല്ല ജോലിയുണ്ട്. അപ്പോൾ ഇവള് സമ്മതിച്ചു. അപ്പോൾ ഇവിടെ ഒറ്റ ഡിമാൻഡാണ് പറഞ്ഞത്, ഞാനേ കല്യാണം കഴിഞ്ഞാലും ഞാൻ എൻ്റെ പ്രസ്സിൽ ജോലിക്ക് പോകും. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് വരുന്ന പോലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരാനും എനിക്ക് അത്ര കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇവൻ പറഞ്ഞു വെച്ചാൽ ജോലിക്ക് പൊടിയില്ല ഞാൻ, എനിക്ക് അത്യാവശ്യം എനിക്ക് ജോലിയുണ്ട്, പിന്നെ നീ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ ജോലിക്ക് പോയാൽ തന്നെ ഇപ്പോൾ ഒരു 5-6 മാസം കഴിയുമ്പോൾ നീ ഗർഭിണിയായി, അത് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ജോലി ഇപ്പോഴേ നിർത്തല്ലേ നല്ലത്. അവൾക്ക് ഭയങ്കര വിഷമമായി. ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ അവനോട് വിചാരിച്ചു കുഴപ്പമില്ല, ഇനിയിപ്പോൾ അങ്ങനത്തെ സുഖമൊന്നും വേണ്ട, ഭർത്താവ് ഉണ്ടല്ലോ, ഇങ്ങേരായിട്ട് മുട്ടിയും തട്ടിയും നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാം, ഇങ്ങേരും ചെയ്തോളും പരിപാടിയൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ നമ്മളിപ്പോൾ ആദ്യ രാത്രിയിലാകുമ്പോൾ ചിലപ്പോൾ അന്നത്തെ ദിവസം ക്ഷീണം കൊണ്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഉറങ്ങി പോകാം, ചിലപ്പോൾ വിചാരിച്ച കംപ്രഷൻ കിട്ടിയില്ല എന്ന് വരും. എന്നിരുന്നാലും ആവുന്നത്ര ഒന്ന് രീതിയിൽ നിന്ന് പരിപാടി ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ രാത്രി, 3ാമത്തെ രാത്രി, 4ാമത്തെ രാത്രി, അങ്ങനെ കുറേ കഴിഞ്ഞവർക്ക് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് സംസാരിക്കാമെന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഇവള് ചോദിച്ചേ, അതേ നിങ്ങൾ ഈ ചെയ്യുന്നത് ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് എനിക്ക് അങ്ങോട്ട് സുഖമാവുന്നില്ല. എനിക്ക് ഒരു ഓർഗാസം വരലോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളനുസരിച്ച് എൻ്റെ വെള്ളം പോകലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും എനിക്ക് നടക്കുന്നില്ല. നിങ്ങൾ ഒന്ന് സ്റ്റഡി ആയിട്ടൊന്ന് ഒന്നുകൂടി ഒരു ബലത്തിലും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഞാനായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവ ആലോചിച്ചു, എൻ്റെ പൊന്നെ, സാധാരണ ചെയ്യുന്നേക്കാളും നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, പിന്നെ അത് പോരാന്ന് പറയാച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവ ഇങ്ങനെ ആലോചിച്ച് പിന്നെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയണത് നമ്മളെന്ത് ചെയ്യുക? അപ്പം നീ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടാവും, നീ ഒരു കാര്യം ചെയ്യും, ഇത്രയും ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ 2 ഗുളിക മേടിച്ച് മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞാൽ 2 ഗുളിക തരും, അത് മേടിച്ച് കഴിച്ച് നീ ചെയ്യാൻ നോക്ക്. അപ്പോൾ അവൾക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് അവൾക്ക് ഇങ്ങനെ ഓർഗാസം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ ഡൈവോഴ്സ് പെട്ടെന്ന് നടന്നു വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവന് മെഡിക്കൽ ഷോപ്പിൽ എന്ന് പറഞ്ഞു, എനിക്ക് ഉറങ്ങണ നേരത്ത് അപ്പോഴേക്കും അവർ മരുന്ന് എടുത്ത് കൊടുത്തു. ഉറങ്ങണ നേരത്ത് ഇവന് പറയാനായിട്ട് ഭയങ്കര ചമ്മല. അപ്പോൾ അവൻ പറഞ്ഞു, ഉറങ്ങണ നേരത്ത് ഉറങ്ങാണ്ടിരിക്കാനും അതുപോലെ തന്നെ ബന്ധപ്പെടാനായിട്ട് നല്ലൊരു സ്ട്രോങ്ങിലായിട്ടുള്ളൊരു സംഭവത്തിന് ഗുളിക വേണമെന്ന് പറഞ്ഞു. അവരൊരു ഗുളിക എടുത്തു കൊടുത്തു. ആ ഗുളിക കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഞാനിന്നേ നീ ഇപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ ബന്ധപ്പെട്ടെന്ന് എനിക്ക് പോരാന്നല്ല പറയണത്, അപ്പോൾ ഞാൻ 2 ഗുളിക മേടിച്ചിട്ട് വന്നിട്ടുണ്ട്, അത് പാലിൽ കലക്കി കുടിക്കാനാണ് അവർ പറഞ്ഞു കൊടുത്തത്, അതങ്ങോട്ട് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിന്ന് ഇന്ന് ശിവരാത്രി ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കുടിച്ച വഴിക്ക് എന്തുണ്ടായി, കമ്പിയാവാൻ വേണ്ടിയിട്ടുള്ള മേടിച്ച ഗുളിക ലാസ്റ്റ് ഉറങ്ങിപ്പോയി.
അവൾ റെഡിയായി വരുമ്പോഴേക്കും ഇവ നല്ല ഉറക്കം. അപ്പോൾ നേരെ വെളുത്ത അവൾ ചോദിച്ചു, നിങ്ങളിങ്ങനെ ഉറക്കം ഭയം വരാൻ വേണ്ടിയുള്ള ഗുളികയാണ് കഴിച്ചത്, എൻ്റെ നിന്ന് തടി തപ്പാനായിട്ട്? അല്ലല്ലോ, ഞാൻ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മേടിച്ചതല്ലോ. എന്നാൽ നിങ്ങൾ അപ്പം തന്നെ കൂർക്കം വലിച്ചുറങ്ങി, നിങ്ങളുടെ കൂർക്കം വലി കാരണം എനിക്ക് ഉറങ്ങാനും പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ചോദിച്ചു, നിനക്കെന്താ ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണ പുരുഷൻ ചെയ്യുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിനക്കത് വരില്ല ചെയ്യണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിനി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പരിശ്രമിക്ക്, എന്നെ ഓർഗാസം വരുത്താനും എൻ്റെ കാര്യങ്ങളെല്ലാം ഒരുവിധം ആക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ കാര്യം മാത്രം കഴിഞ്ഞ് ഏറ്റുപോയാൽ ശരിയാവില്ലല്ലോ, അല്ലെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടാവും. എനിക്ക് ആകെ ടെൻഷനാണ്, പ്രശ്നമാണ്. ഞാനിപ്പോൾ രണ്ടാമത് ഞാൻ ജോലിക്ക് പോകേണ്ട വരുന്നത് തോന്നുന്നു എനിക്കെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, അല്ല ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് നിനക്ക് എങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആലോചിച്ചു, ശരിയാണല്ലോ, എനിക്കിഷ്ടം എപ്പോഴും ഒരു പുരുഷൻ ബസ്സിൽ പോകുമ്പോൾ ടൈറ്റായിട്ട് ഇങ്ങനെ ആ മുട്ടി നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കരമായിട്ട് ഓർഗാസം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സീറ്റിലിരിക്കുമ്പോൾ അവരെ മുട്ടി നിൽക്കുമ്പോൾ അവർ കയ്യും കാലും കൊടുക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു വികാരം വരുന്നുണ്ട്. പക്ഷേ ആ വികാരം ഇയാൾ ബന്ധപ്പെടുമ്പോൾ എനിക്ക് വരുന്നില്ല. അത് ശരിയാണല്ലോ. അപ്പോഴാണ് അവൾ ചിന്തിച്ചത്, നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മളിപ്പോൾ തിരക്കുള്ള ഒരു ബസ്സിൽ നമ്മൾ പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ ആ തിരക്കുള്ള ബസ്സിൽ ഞാൻ മുമ്പിൽ നിൽക്കണം, നിങ്ങൾ പിന്നിൽ നിൽക്കണം. നിങ്ങളൊന്ന് 2 പ്രാവശ്യം എൻ്റെ കുണ്ടിയുമ്പോൾ ഒന്ന് മുട്ടിച്ചാൽ മതി, എനിക്കപ്പോൾ ഓർഗാസം വന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നോക്കി നോക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഇതുവരെയുള്ള ഒരു ചിന്തപ്പാടാണത് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതിനിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? നമ്മൾ തിരക്കുള്ള ബസ്സിൽ കയറി നിൽക്കണം, നീ മുമ്പിൽ നിൽക്കണം, ഞാൻ നിൻ്റെ മേത്തേക്ക് ഒന്ന് ഇടിച്ച് 4-5 കൊത്തു കുത്തിയപ്പോൾ ഇത് കമ്പിയായി. അത് കഴിഞ്ഞപ്പോൾ അവൾക്കും ഓർഗാസം വന്നു. ഇത് പിന്നീന്ന് കൊത്തു വന്നതോട് കൂടിയിട്ട് അവളെ ഇത് മുഴുവൻ ബസ്സിലത്തെ ഒരു ആലോചന വന്നു. അപ്പോൾ ആ ബസ്സിലുണ്ടായിട്ട് കിട്ടുന്ന ആ ഒരു സുഖത്തിൻ്റെ ഒരു ഇത് വന്നു. അതോടുകൂടിയിട്ട് അവൾക്ക് ഓർഗാസം വന്നു. അപ്പോൾ തന്നെ ഒരു പരിപാടി ചെയ്തു. 5 മിനിറ്റ് വേണ്ട, പരിപാടി കഴിഞ്ഞ് 2 പേർക്ക് സന്തോഷമായി. അവൾക്ക് തന്നു. ഇതന്നെയാണ് ഞാൻ ചോദിച്ചത്. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന കാര്യം, ഗുളിക പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതാണ് എനിക്ക് ആവശ്യം. അപ്പോൾ ചോദിച്ചു, എന്താ ഇങ്ങനെ? അതെ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ്. അങ്ങനെ യാത്ര ചെയ്താൽ മാത്രമാണ് ഈ ആണുങ്ങൾ ആരെങ്കിലും പിന്നെ വന്നു നിന്നാലാണ് എനിക്ക് നല്ല ഓർഗാസം കിട്ടും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തിട്ട് എനിക്ക് മരം പോലെ തോന്നണം. പക്ഷേ നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നി, വളരെ സുഖം തോന്നി, വളരെ പരിപാടി തോന്നി, എനിക്ക് സുഖമായിട്ട് പോയി. ഇങ്ങനെ രാത്രി നമുക്ക് എന്തും ചെയ്താൽ പ്രശ്നം തീർന്നില്ലേ പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായി, ലോകത്തുള്ള ആണുങ്ങൾ മുഴുവൻ ഇവളെത്രയും കൊല്ലമായിട്ട് പിന്നിലിരുന്ന് കുത്തു കടന്നേ. ഇവിടെ അതുപോലെ കുത്തും സഹിച്ച് കുത്തും കിട്ടാൻ വേണ്ടി ഇവള് കിടന്ന് സഹകരിക്കാറുണ്ട്. ഇവൾക്ക് ഒരു പ്രശ്നമില്ലാത്തൊരു ആളാണ് ജാക്കി വെച്ചതെന്നുള്ളത് അവനും മനസ്സിലായി. എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ആളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇനി ആ നിലയ്ക്ക് തന്നെ ചെയ്യാം. ഈ കെട്ടിപ്പിടുത്തം, മറ്റുള്ള ഓർപ്പിളെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ, വെറുതെ പേരിൽ നിന്ന് 2 കുത്തു കുത്തിയാൽ മതിയല്ലോ, അപ്പോഴേക്കും പിന്നെ കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ. അന്ന് മുതൽ അവരെ ജീവിതം പരമാനന്ദമായി. ഇപ്പോൾ കുട്ടികൾ തന്നെ ഒരു ഡസനായി. അങ്ങനെയാണ് ചില സ്ത്രീകളുടെ ഓർഗാസം എന്ന് പറയാം. എല്ലാ സ്ത്രീകൾക്കും പല രീതിയിലാണ് ഓർഗാസം വരിക, പല സ്ത്രീകൾക്കും പല സ്ഥലത്താണ് ഓർഗാസം വരിക. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. ഇതിപ്പോൾ വീഡിയോ കഴിഞ്ഞു, കഥയും കഴിഞ്ഞു. നമുക്ക് വീണ്ടും നല്ലൊരു കഥയായിട്ട് വീണ്ടും കാണാം. അത് നാളെ കാണാം, ഇന്നിപ്പോൾ എന്തായാലും ഇല്ല. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, ലൈക്ക് അടിക്കാൻ മറന്നവരൊന്ന് ലൈക്ക് അടിക്കുമോ? ഓക്കെ, ബൈ.